ക്യാൻസർ എന്ന ലോകം വളരെ ഭീതിയോടെ കേട്ടിരുന്നൊരു മഹാവിപത്തായിരുന്നു. പക്ഷേ ക്യാൻസറിനെതിരെ നിരന്തരം വൈദ്യശാസ്ത്രം റിസർച്ചുകൾ നടത്തിയും മറ്റും പ്രതിരോധിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ ക്യാൻസർ മരണങ്ങൾ കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ കൂടി വരികയാണത്രേ. നമുക്ക് ചില കണക്കുകൾ നോക്കാം. ഇന്ത്യയിൽ ക്യാൻസർ രോഗനിരക്ക് 1990 1 ലക്ഷം പേരിൽ 84.8 ആയിരുന്നു അത്രേ. 84.8 പേർ ക്യാൻസർ രോഗം ബാധിച്ചവരായിരുന്നു അത്രേ. പക്ഷേ 2023 ആയപ്പോഴേക്ക് ഇത് 1,107.2 വർദ്ധിച്ചിരിക്കുന്നു. അഥവാ ഏകദേശം 15 ലക്ഷം ക്യാൻസർ കേസുകളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ഇനി ക്യാൻസർ മൂലം മരണപ്പെടുന്നവരുടെ കണക്കുകൾ കൂടി നമുക്ക് നോക്കണം. ഇന്ത്യയിലെ ക്യാൻസർ മരണനിരക്ക് 1990 1,71.7 ആയിരുന്നു. 2023 ആയപ്പോഴേക്ക് ഇത് 86.9 ഉയർന്നു. ഏകദേശം 12.1 ലക്ഷം മരണങ്ങൾ രാജ്യത്ത് സംഭവിച്ചു. ഇനിയാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണക്ക് കൂടി നിങ്ങൾ അറിയേണ്ടത്. 2050 ആകുന്നതോടെ, അതായത് 25 വർഷങ്ങൾ കൂടി കഴിയുന്നതോടെ ആഗോള തലത്തിൽ തന്നെ 3,05,00,000 പുതിയ ക്യാൻസർ കേസുകളും 1,86,00,000 പുതിയ ക്യാൻസർ മരണങ്ങളും ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അഥവാ 2024 അപേക്ഷിച്ച് യഥാക്രമം 60.7% 74.5% മരണത്തിലും വർധനവുണ്ടാകുമത്രേ. അടുത്ത 25 വർഷത്തിനുള്ളിൽ ക്യാൻസർ മൂലമുള്ള വാർഷിക മരണങ്ങളിൽ ഏകദേശം 75% വർദ്ധിക്കുക, എന്നിട്ട് 1.86 കോടിയായി മരണസംഖ്യ ഉയരുക. 2050 പുതിയ ക്യാൻസർ കേസുകളുടെ എണ്ണം 61% വർദ്ധിക്കുക, എന്നിട്ട് 3.05 കോടിയായി ഉയരുക. ഇതാണ് കണക്കുകൾ പറയുന്നത്. 1990 മുതൽ ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ 74% വർദ്ധിച്ച് 1.04 കോടിയായും പുതിയ കേസുകളുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ച് 2023 11.85 കോടിയായും ഉയർന്നിട്ടുണ്ടെന്ന് ഗവേഷകർ കണക്കാക്കിയിരിക്കുന്നു. താഴ്ന്നതും ഇടത്തരവും വരുമാനമുള്ള രാജ്യങ്ങളിലുള്ള ആളുകളെയാണ് ഇതിൽ ഭൂരിഭാഗവും ബാധിക്കുന്നത് എന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനമുള്ള രാജ്യങ്ങൾ, ഈ 2 രാജ്യങ്ങളും തമ്മിൽ ക്യാൻസർ നിരക്കിൽ വലിയ അസമത്വങ്ങൾ ഉള്ളതായും പഠനങ്ങൾ കാണിക്കുന്നു. കുറഞ്ഞ വരുമാനമുള്ള ലോ ഇൻകം രാജ്യങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പുതിയ കേസുകളുടെ നിരക്ക് 24%. ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള ലോവർ മിഡിൽ ഇൻകം കൺട്രികളിൽ ഇത് 29% വർദ്ധിച്ചിരിക്കുന്നത്. 1990 2023 ഇടയിൽ ഇന്ത്യയിലെ ക്യാൻസർ നിരക്കിൽ 26.4% വർധനമുണ്ടായിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നർത്ഥം. ചൈനയിൽ ഇത് 18.5% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്യാൻസർ മരണനിരക്കിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിരാശപ്പെടുത്തുന്നതാണ് എന്നർത്ഥം. അതായത് ലോകത്തുള്ള 204 രാജ്യങ്ങളിൽ 168 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്ന ക്യാൻസർ. പ്രതിവർഷം 1 ലക്ഷം പേരിൽ 8.5 പേരുടെ ജീവൻ ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊന്ന് ശ്വാസകോശാർബുദമാണ്, ലങ് ക്യാൻസർ. 1 ലക്ഷം പേരിൽ 8.4 ഈ ശ്വാസകോശാർബുദത്തിൻ്റെ മരണനിരക്ക്. തൊട്ടു പിന്നിലുള്ളത് അന്നനാളിയിലെ ക്യാൻസറാണ്. 1 ലക്ഷം പേരിൽ 8.2 മരണനിരക്ക്. 3-ാം സ്ഥാനത്താണ് അന്നനാള ക്യാൻസർ. ആമാശയ ക്യാൻസറിന് 6.9 മരണനിരക്കുണ്ട്. വായയിലെ ക്യാൻസർ, ഓറൽ കാവിറ്റി ക്യാൻസറിന് 1 ലക്ഷം പേരിൽ 6.5 മരണനിരക്കുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വരിയായി നിൽക്കുന്നു. രാജ്യത്തിൻ്റെ ക്യാൻസർ സ്വഭാവം ആഗോള പാറ്റേണുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. രാജ്യത്തെ സാംസ്കാരികവും ഭക്ഷണപരവുമായ ശീലങ്ങളുമായി ഇവ ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ട് എന്നും വിദഗ്ധർ ഈ കണക്കിൽ ചൂണ്ടിക്കാട്ടുന്നു. പുകവലി, പാൻ ഉപയോഗം, മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഇവയെല്ലാം വായയിലെ ക്യാൻസർ നിരക്ക് കൂടുന്നതിന് നേരിട്ടുണ്ടാകുന്ന കാരണങ്ങളാണ്. തല, കഴുത്ത് ഇവിടങ്ങളിലെ ക്യാൻസറിന് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ മൂത്രസഞ്ചി, വൃക്ക ഇവിടങ്ങളിലുള്ള ക്യാൻസറുകൾക്കും ഇത്തരം ദുശ്ശീലങ്ങൾ കാരണമാകുന്നുണ്ട്.
അമിതമായ ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് പോലുള്ള പരമ്പരാഗത ശീലങ്ങൾ അന്നനാളിയിലെ ക്യാൻസർ വർദ്ധിക്കുന്നതിന് കാരണമായേക്കുമത്രേ. ലോകമെമ്പാടുമുള്ള ക്യാൻസർ മരണങ്ങളിൽ 40%-ലധികവും പുകയില ഉപയോഗം, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, ഉയർന്ന പ്രമേഹം ഇങ്ങനെ തുടങ്ങി മനുഷ്യർക്ക് പ്രതിരോധിക്കാവുന്ന 44 അപകടഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഘട്ടങ്ങൾ മനുഷ്യർക്ക് മനഃപൂർവ്വം പ്രതിരോധിക്കാവുന്നതായിരുന്നുവത്രേ. ഇവയെ നിയന്ത്രണ വിധേയമാക്കാമായിരുന്നുവത്രേ. അങ്ങനെ ക്യാൻസറിന് പ്രതിരോധം തീർക്കാനാകുമെന്നും ഗവേഷകർ ഈ പഠനത്തിൽ പറയുന്നു. പുകയില ഉപയോഗം നിയന്ത്രിക്കാം, ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താം, അണുബാധകൾ തടയാം, ജീവിതശൈലിയിൽ മാറ്റം വരുത്താം. ഇങ്ങനെയെല്ലാം ക്യാൻസർ കേസുകളെ ഗണ്യമായി കുറക്കാനാകും. പ്രമുഖ ജേണലായ ലാൻസെറ്റ് ആണ് ഈ പഠനം പുറത്തുവിട്ടിട്ടുള്ളത്. ലാൻസെറ്റിൻ്റെ വെബ്സൈറ്റിൽ ഈ പഠനം ലഭ്യമാണ്. ക്യാൻസറിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുള്ള ഈ പഠനം ക്യാൻസറിനെ ഭയപ്പെടുന്ന, ക്യാൻസറിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ്.